35 ദിവസം പിന്നിട്ട് സംഭവബഹുലമായ നവകേരള യാത്രയ്ക്ക് സമാപനമാകുമ്പോൾ യാത്രയുടെ ലക്ഷ്യം കൈവരിച്ചു എന്ന് സർക്കാരും പ്രതിഷേധങ്ങളിലും ആക്രമണങ്ങളിലും മുങ്ങിപ്പോയ യാത്ര സർക്കാരിന് വൻ തിരിച്ചടിയായെന്ന് പ്രതിപക്ഷവും വിലയിരുത്തുന്നു. യാത്രയിൽ ഉടനീളം സ്വീകരിച്ച പരാതികൾ എത്രത്തോളം പരിഹരിച്ചു എന്നതും പറഞ്ഞ സമയത്ത് സർക്കാർ നടത്തിയ ധൂർത്തും ഉയർത്തിയാകും നവകേരള യാത്രയെ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം നേരിടുക. സഞ്ചരിക്കുന്ന മന്ത്രിസഭ 36 ദിവസം കൊണ്ട് 140 നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി ജനങ്ങളെ നേരിട്ടറിയുന്നു. ചരിത്രത്തിലെ ആദ്യ സംഭവം. ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയും ഭരണനേട്ടം പറയുകയും കേന്ദ്ര സർക്കാരിന്റെ വിവേചന നയവും പ്രതിപക്ഷത്തിന്റെ വികസന വിരുദ്ധതയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. യാത്ര മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ ഇവയാണ്. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കാൻ കഴിഞ്ഞോ എന്ന് അവകാശപ്പെടുകയാണ് സർക്കാർ. ഓരോ മണ്ഡലത്തിലും കാണുന്ന ജനമുന്നേറ്റവും പിന്തുണയും ഇതിന്റെ തെളിവായി ചൂണ്ടിക്കാട്ടുന്നു. സദസ്സുകൾ തോറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസംഗിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സാമ്പത്തിക അവഗണന ഒന്നുകൊണ്ട് മാത്രം സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികൾ അക്കമിട്ട് നിരത്തി. പ്രതിപക്ഷം പൂർണ്ണമായും ബഹിഷ്കരിച്ചുവെങ്കിലും UDFന്റെ മുഖ്യ ഘടകകക്ഷിയായ PK കുഞ്ഞാലിക്കുട്ടി കേന്ദ്രത്തിനെതിരെ യോജിച്ച് പ്രതിഷേധിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് നവകേരള യാത്രയുടെ വിജയമായി വിലയിരുത്തുന്നു. പ്രതിപക്ഷ പ്രതിഷേധം കോൺഗ്രസിൽ മാത്രമായി ഒതുങ്ങിയതും ഭരണമുന്നണി നേട്ടമായി കരുതുന്നു. കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്ന് കണക്കുകൾ നിരത്തി വിശദീകരിച്ചതും പാർലമെന്റിൽ UDF MPമാർ വിഷയം ഉന്നയിച്ചതും നവകേരള യാത്ര ഉയർത്തിയ ചലനമായാണ് സർക്കാർ കരുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണമുന്നണിയെ വലിയ തോതിൽ ഉണർത്താൻ യാത്രയിലൂടെ കഴിഞ്ഞതായും വിലയിരുത്തുന്നു. എന്നാൽ പ്രതിപക്ഷമാകട്ടെ തുടക്കം മുതലുണ്ടായ പ്രതിഷേധങ്ങളും പോലീസും DYFIയും സമരത്തെ അടിച്ചമർത്തിയതും രക്ഷാപ്രവർത്തനമെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണമുണ്ടാക്കിയ കോളിളക്കവും തങ്ങളുടെ നേട്ടമായി വിലയിരുത്തുന്നു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങളും തുടർന്നുണ്ടായ പ്രതികരണങ്ങളും മാത്രം പര്യടനത്തിലുടനീളം ചർച്ചയായതിനാൽ ജനസദസ്സ് ഒരു ലക്ഷ്യവും നേടിയില്ല എന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്തും പ്രവേശിച്ചപ്പോൾ കോൺഗ്രസ് തിരിച്ചടിച്ചതും തുടർന്നങ്ങോട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുണ്ടായ തുറന്ന പോരിലും മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനായത് വിജയമായി പ്രതിപക്ഷം കാണുന്നു. സമാപന ദിവസം തലസ്ഥാന ജില്ല കലാപഭൂമിയായി മാറിയതിലൂടെ പോലീസിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. സംഭവബഹുലമായ നവകേരള യാത്രയുടെ പര്യടനം പൂർത്തിയാകുമ്പോൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച പരാതികൾ എത്രത്തോളം പരിഹരിക്കാനായി, യാത്രയുടെ ചെലവ് എത്രയായി തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർത്തിയാകും പ്രതിപക്ഷം സർക്കാരിനെ നേരിടുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലും ഉടൻ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും പ്രതിപക്ഷം ആയുധമാക്കുന്നതും ഇക്കാര്യങ്ങൾ തന്നെയാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.